എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ കെട്ടും പാണ്ഡവും എടുത്ത് ഇന്ന് അഷ്ടമി രോഹിണി ദിവസമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇളയ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണിന്ന്. അപ്പോൾ ചേട്ടൻ സ്ഥലത്തില്ല, ദുബായിലാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഓണത്തിന് എല്ലാവരും വീട്ടിലും ഒത്തുകൂടിയല്ലോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ഒത്തുകൂടാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ അതെല്ലാം കൂടെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവസം ചേച്ചി നമ്മൾ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ അഷ്ടമി രോഹിണിയുടെ അന്ന് നമ്മൾക്ക് ഒത്തിരി പ്രത്യേകതകളുള്ളതാണ്. കാരണം ഞങ്ങളുടെ വീട് പാലുകാച്ചി നടന്നത് അഷ്ടമി രോഹിണിയുടെ അന്നാണ്. നമ്മുടെ വീടിൻ്റെ നാളെ രോഹിണിയാണ്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി വിശേഷമായിട്ട് അഷ്ടമി രോഹിണി ദിവസം ആഘോഷിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നമുക്ക് വിളക്ക് കത്തിക്കാൻ പോലും ഉള്ള അവസരം കിട്ടിയില്ല. അങ്ങനെ അതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന്, പിന്നെ ഇത് ഞായറാഴ്ച ദിവസം കൂടെയല്ലേ, നമുക്ക് ഷോപ്പ് അവധിയുള്ള ദിവസവും കൂടെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോഴേക്ക് ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങളിതാ പെട്ടി പൊക്കണവും എല്ലാം എടുത്ത് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. ആനന്ദ് എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മുടെ കാറ് തിരിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് ഓടിച്ചു കൊണ്ടുപോയി അവിടെ നിന്ന് കാറ് വളച്ചെടുത്തുകൊണ്ട് വരണം. അങ്ങനെ ഇനി നേരെ നമ്മൾ മൺവിളയിലോട്ടാണേ പോണത്. അവിടെ ചെന്ന് അവിടെ നിന്ന് ചേച്ചിയും അതുപോലെ അനന്തുവിനെയൊക്കെ പിക്ക് ചെയ്യണം. നന്ദുവും അണ്ണനും കൂടെ ബൈക്കിൽ വരും. അപ്പോൾ എല്ലാവർക്കും കൂടെ കാറിൽ പോകാനായിട്ടുള്ള സ്ഥലമില്ലല്ലോ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോണത് മൺവിളയിലോട്ടാണ്. ഇനി അവർ ചെന്ന് അവിടെ നിന്ന് പിക്ക് ചെയ്യാനുണ്ട്. അവരെല്ലാവരും റെഡിയായി നിൽക്കുകയായിരുന്നു. അങ്ങനെ ആനന്ദ് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ നിന്ന് ചേച്ചി ഇറങ്ങി വരെയാണ്. ഇനി അതുമല്ല, നമുക്കിന്ന് കടയ്ക്കിൽ പോകുമ്പോൾ നമ്മൾ വെഞ്ഞാറമൂട് വഴിയാണേ പോണത്. പക്ഷേ ഇന്ന് വെഞ്ഞാറമൂട് എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കണമെന്നില്ല. മൊബൈൽ നോക്കിയപ്പോഴേക്ക് കണ്ട്. അപ്പോൾ വെഞ്ഞാറമൂട് വഴി വണ്ടിയൊന്നും വിടണില്ല. അവിടെ നിന്ന് അവർ തിരിച്ചിവിടെയാണ്. അപ്പോൾ നമ്മളിനി കറങ്ങി ചുറ്റിയൊക്കെ വേണം പോവാനായിട്ട്. അപ്പോൾ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വന്ന് അവിടെ നിന്ന് പെട്രോളും കൂടെ അടിച്ചിട്ടാണ് ഏട്ടാ നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോഴേക്ക് പമ്പിലൊക്കെ നിർത്താനായിട്ട് പാടല്ലേ. അങ്ങനെ നേരെ കൊളത്തൂർ വന്ന് അവിടെ നിന്ന് നമ്മുടെ ഇൻഫോസിസിൻ്റെ അവിടെ വന്ന് നമ്മുടെ പെട്രോൾ പമ്പിൽ നിന്ന് പക്ഷേ പെട്രോളൊക്കെ അടിച്ചിട്ട് യാത്ര പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലമാണെന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. റോഡെല്ലാം ഒരേപോലെ ആയില്ലേ. മുമ്പ് അങ്ങനെയല്ലല്ലോ, റോഡെല്ലാം പല രീതിയിൽ നമുക്ക് സ്ഥലങ്ങൾ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഞങ്ങൾ കറങ്ങി ചുറ്റിതാ അവിടെ കടയ്ക്കിലെത്തിയിട്ടുണ്ട്. അവരുടെ വീടാണ് നേരെ കാണുന്നത്. ഇപ്പം അമ്മയും മോനും നമ്മൾ പ്രതീക്ഷിച്ച് എല്ലാം റെഡിയാക്കി വെച്ചൊക്കെ നിൽക്കുകയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. കുറേ സമയം യാത്ര ചെയ്തെത്തുമ്പോഴേക്കും ഒരു ക്ഷീണമാണല്ലോ. എനിക്കാണെങ്കിൽ എൻ്റെ ബാഗ്, പിന്നെ ട്രൈപോഡ്, അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങൾ, വീഡിയോസൊക്കെ എടുക്കണ്ടേ. അങ്ങനെ എല്ലാ സാധന സാമഗ്രികളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ചേട്ടൻ പറയാനുണ്ട്, എവിടെ പോയാലും കാണാം അവൾക്ക് കുറേ ആക്രി സാധനങ്ങളെന്ന്. എനിക്കിതെല്ലാം എൻ്റെ ആവശ്യമുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ അതെല്ലാം നമ്മൾ അവിടെ നിന്ന് കാറിൽ നിന്ന് എടുക്കുകയാണ്. എടുത്തും കൊണ്ട് അനന്തവും കേശുവൊക്കെ ആദ്യമേ ഓടി അങ്ങ് പോയേട്ടാ. അപ്പോൾ അമ്മ പോവുകയാണ്. പുറകെ ചേട്ടനുണ്ട്, അതിൻ്റെ പുറകെ എൻ്റെ സാധന സാമഗ്രികളുമായിട്ട് ഞാനും ഉണ്ട്. എനിക്കാണെങ്കിൽ ഇന്നലെ ഭയങ്കര ജലദോഷമായിരുന്നു കേട്ടോ. ജലദോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറമേ വരണ ജലദോഷമല്ല. എനിക്കങ്ങനെ മൂക്കൊലിപ്പ് കാര്യങ്ങളൊന്നും വരില്ല. നല്ല തൊണ്ടവേദനയും അതുപോലെ മണ്ടവേദനയും തലവേദനയെന്ന് വെച്ചാൽ നമ്മൾ തല വെട്ടിപ്പൊളക്കുമെന്ന് പറയില്ല, അതുപോലത്തെ തലവേദനയായിരുന്നേ. രമ്യ ചേച്ചിക്ക് അതുപോലെ ആയിരുന്നു, ജലദോഷവും തലവേദനയും കാര്യങ്ങളും, സൗണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്ക് ഇപ്പോൾ റെഡിയായി വന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഇന്നലെ എനിക്ക് നല്ല പണി കിട്ടിയായിരുന്നു. ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ ജലദോഷത്തിൻ്റെ അലർജിയുടെയൊക്കെ ഗുളികയൊക്കെ കഴിച്ചും കൊണ്ടാണ് കിടന്നപ്പോഴേക്ക് ഭയങ്കര ഉറക്കമാണ്. ആ ഗുളിക എനിക്ക് മണപ്പിച്ചാൽ മതി, ഞാൻ അപ്പോൾ ഉറങ്ങും. അങ്ങനെ കാറിലൊക്കെ ഇരുന്ന് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ വന്ന ക്ഷീണത്തിൽ എല്ലാവരും അവിടെ കിടക്കുകയാണ് കേട്ടോ, ഡ്രസ്സൊക്കെ മാറിയിട്ട്. എന്നിട്ട് നേരെ അടുക്കളയിൽ വന്നപ്പോഴേക്കും അവിടെ ചിക്കൻ പൊരിച്ച് വെച്ചിരിക്കുന്നത് ഉണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ച് വെച്ചിരിക്കുന്നത് കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ, വിശപ്പ് ഇരട്ടിയാവും. ഒന്നാമത് ഞാൻ രാവിലെ കാപ്പിയൊന്നും കുടിക്കാതെയാണ് ചെന്നത്. അങ്ങനെ പായസം റെഡി ആവണുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് പിന്നെ ഇതാണ്ട് ബോളി കണ്ടില്ല, ചേച്ചി ഉണ്ടാക്കിയതാണ്. നല്ല കിടിലം ബോളിയായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ദിവസം ഞാനും അമ്മയും കൂടെ ബോളി ഉണ്ടാക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്ത്, പക്ഷേ അത് ചീറ്റിപ്പോയി. പക്ഷേ ചേച്ചി നല്ല സൂപ്പറായിട്ട് ബോളി ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണത് നമുക്ക് ചില്ലി ഉണ്ടാക്കാനാണ് കേട്ടോ. ചില്ലി ഉണ്ടാക്കാനായിട്ട് രമ്യ ചേച്ചി ഭയങ്കര ബെസ്റ്റാണ്. ചേച്ചി നല്ല സൂപ്പറായിട്ട് ചില്ലി ഉണ്ടാക്കും. ഓരോരുത്തർക്കും ഓരോ കഴിവ് കാണുമല്ലോ ഫുഡ് ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ രമ്യ ചേച്ചി വയ്ക്കുന്ന ചിക്കൻ ചില്ലി ഭയങ്കര ടേസ്റ്റാണ്.
അങ്ങനെ ചിക്കൻ ചില്ലി ഉണ്ടാക്കാനായിട്ട് അവിടെ ചിക്കനൊക്കെ പൊരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ബോളി ഉണ്ടാക്കിയിട്ട് അവർ ഇന്നലെയും മെനിങ്ങാന്നും ഉണ്ടാക്കിയ ബോളയുടെ ചെറിയ കുറച്ച് പൊടിയും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന ഉടനെ പിന്നെ ആ ബോളയുടെ ബാക്കി പൊടിയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വന്ന ക്ഷീണത്തിൽ എല്ലാവരും അവിടെ തന്നെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ കേശുവിനൊക്കെ ഡ്രസ്സ് മാറ്റി, പിള്ളേരൊക്കെ ഡ്രസ്സ് മാറ്റി. ഞങ്ങളന്നും ഡ്രസ്സ് മാറാനൊന്നും നിന്നില്ല. വൈകുന്നേരം തിരിച്ച് പോകണമല്ലോ. കേശു സ്കൂളിൽ പോയിട്ട് ഓണം കഴിഞ്ഞിട്ട് കേശു ഇതുവരെ സ്കൂളിൽ പോയില്ല. ഇടയ്ക്ക് പിന്നെ ഓണാഘോഷം അവധി ഉണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് അവർക്ക് അവിടെ എന്തോ ഫെസ്റ്റ് നടന്നിട്ട് വീണ്ടും 2 ദിവസം അവധിയായിരുന്നു. അങ്ങനെ മൊത്തം 3 ദിവസം കഴിഞ്ഞ ആഴ്ച കേശുവിന് സ്കൂൾ അവധി, 2 ദിവസം ഞങ്ങൾ വിട്ടില്ല. എന്തായാലും ഇനി നാളെ തൊട്ട് വേണം കേശുവിന് സ്കൂളിൽ പോകാനായിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ ഫാമിലി ആയിട്ടൊക്കെ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചേട്ടനാണെങ്കിൽ വണ്ടി ഓടിച്ച് വന്നതിൻ്റെ ഭയങ്കര ക്ഷീണം, വന്ന ഉടനെ കയറി കിടക്കുകയാണ്. പിന്നെയാണ് ഞങ്ങൾ പുറത്തോട്ടൊക്കെ വന്ന് ഇറങ്ങിയത്. ചപ്പാത്തി, പൊറോട്ട, അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒരു പൊറോട്ടയും എടുത്ത് പിന്നെ കുറച്ച് കടലക്കറിയും കൂടെ അവിടെ രാവിലെ ഉണ്ടാക്കി കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനീ പറഞ്ഞ പോലെ ഭയങ്കര വിശപ്പ് കേട്ടോ. ചെന്ന് ഇതൊക്കെ കണ്ടപ്പോഴേക്ക് പിന്നെ പറയുകയും വേണ്ട. അതുപോലെ ഞാൻ കാപ്പിയൊന്നും കുടിക്കാതെയാണ് പോയത്. അങ്ങനെ രമ്യ ചേച്ചി ചില്ലി വെക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ് ചില്ലി വെക്കാനായിട്ട്. പക്ഷേ ചില ആൾക്കാർ വെച്ചാൽ അത് ശരിയാവൂ എന്നൊരിതുണ്ടല്ലോ, ആ രീതിയിലാണ് ചേച്ചി വെക്കണത് കേട്ടോ. ചിക്കൻ കറി വെക്കണതെന്ന് വലിയ ഗുണമൊന്നും ഇല്ല, പക്ഷേ ചില്ലി വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അത് പറയാതിരിക്കാനായിട്ട് പറ്റൂല. അങ്ങനെ അവിടെ ചില്ലിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണേ. നമ്മൾ ഈ ചില്ലി ചിക്കൻ വയ്ക്കുന്നത് സോസൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ. ടൊമാറ്റോ സോസ്, ചില്ലി സോസ് അതൊക്കെ വേണമല്ലോ. അല്ല, ടൊമാറ്റോ സോസ്, ചില്ലി സോസ് അല്ല, സോയാ സോസ് അതൊക്കെ ഒഴിച്ചിട്ടാണ് സോസ് വയ്ക്കുന്നത്. സവാള നന്നായിട്ട് വെന്ത് പോകാനും പാടില്ല. ഒരു മിനിമം രീതിയിൽ വേണം ഒന്ന് വാടിയൊക്കെ വരാനായിട്ട്. അങ്ങനെ ചേട്ടൻ അവിടെ ഒരു ചെറിയൊരു ഉറക്കം, ഒരു മയക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ, ഇവിടെ എന്തൊക്കെ ആയി എന്ന് നോക്കാനായിട്ട്. അങ്ങനെ പിള്ളേരെന്ന് വെച്ചാൽ കേശു ഇവിടെ വരണതേ കളിക്കാൻ വേണ്ടിയാണ്, ഓടി കളിക്കാനായിട്ട് കൊച്ചിന് സ്ഥലമുണ്ടല്ലോ. അപ്പോൾ കേശുവിനൊന്നും കാണാൻ പോലും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെ വീഴണൊക്കെ ഉണ്ട്. വീഴുമ്പോഴേക്ക് ചെറിയ അവിടെ ഒരു ബഹളവും ചിരിയൊക്കെ കേൾക്കാം. എന്നാലും സാരമില്ല, ഓടി കളിച്ച് വീണൊക്കെ തന്നെ പിള്ളേർ വളരണ്ടേ. കൂട്ടിലിട്ട് വളർത്തും പോലെ വളർത്തേയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് ഞാൻ പിന്നെ അവൻ്റെ പിറകെ അങ്ങനെ നടക്കൂല കേട്ടോ. മോന് കുറച്ചൊക്കെ അങ്ങ് അവൻ ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണമല്ലോ. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. അമ്മ കിടന്ന് വിളിക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ദേഷ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് അമ്മയുടെ അടുത്ത് അമ്മച്ചി ഒന്നിനും സമ്മതിക്കൂലെന്നാണ് യവന്മാർ പറയണതെല്ലാം. അതുകൊണ്ട് കേശുവിനായിരുന്നാലും ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അമ്മ എങ്ങോട്ട് വിളിക്കുമ്പോൾ ഈ അമ്മച്ചിയെ കാരണം ഭയ അമ്മച്ചി എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്നൊക്കെയാണ് കേശു പറയണത്. അങ്ങനെ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഒന്നും കഴിക്കില്ല. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, കണ്ടതും കടിയതും എല്ലാം കഴിക്കും. ഇനി ഒന്ന് ഹെൽത്തൊക്കെ നോക്കണം. നമ്മൾ ഓണം കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഡയറ്റൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ചേട്ടനും. അങ്ങനെ ചേട്ടനും പിന്നെ ഭയങ്കരമായിട്ട് ഡയറ്റ് നോക്കണുണ്ട് കേട്ടോ. ഞാനും അതിൻ്റെ ചുവട് പിടിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണുണ്ട്. അങ്ങനെ ഞാനും രമ്യ ചേച്ചിയും കൂടെ ഇരുന്ന മറ്റേ
സംഭവം ഉണ്ടല്ലോ നമ്മുടെ ബോളി, അത് ഫുള്ള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളിങ്ങനെ നുള്ളിപ്പറക്കി എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണായിരിക്കുമ്പോഴേക്കും നമുക്ക് വിശപ്പ് കിട്ടും. ഇതിൻ്റെയൊക്കെ കലോറി കൂടുതലായിരിക്കുമല്ലോ. നമുക്ക് വയറ് വീർത്തില്ലെങ്കിലും നമ്മുടെ വിശപ്പ് ശമിപ്പിക്കാനായിട്ട് ഈ നുള്ളിപ്പറക്കി കഴിക്കുന്നതിന് കഴിവുണ്ടല്ലോ. അങ്ങനെ അവിടെ വേറെ എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ചിക്കനും കൂടെ വെച്ചാൽ മതി. പിന്നെയും പോംബൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തുടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. 2 തരം പായസം, പിന്നെ ബോളി, പിന്നെ അതുപോലെ തന്നെ പെറോട്ട വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി, പിന്നെ മരിച്ചിനി അവിച്ചത്, അതിന് നല്ല കാന്താരി ചമ്മന്തി, പിന്നെ ഉള്ളത് എന്താ പറയാനായിട്ട് ബിരിയാണിക്ക് ചേച്ചി ഓർഡർ കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര വിഭവസമൃദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വന്നപ്പോഴേക്ക് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഈ പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കും കൂട്ടായിട്ടാണ് ചില്ലി ചിക്കനും കൂടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞതുപോലെ ഞങ്ങൾ 3 ആളും കൂടെ ഇതുപോലെ ഒന്ന് ഒത്തുകൂടിയിട്ട് കുറേ നാളുകളായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒത്തുചേരൽ പതിവായിരുന്നു. ഇപ്പം അതിങ്ങനെ ബ്രേക്കായിരിക്കുമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഓണത്തോടു കൂടി വീണ്ടും അതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോസൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, അതിനൊക്കെ ചേച്ചിയാണ് ഈ ചില്ലി ചിക്കൻ വെക്കാനായിട്ട് ബെസ്റ്റ്. അപ്പം ഞങ്ങളത് നോക്കി ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ചില്ലി ചിക്കൻ വെക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ജാടയും ഗൗരവവും ഒക്കെ ചേച്ചിയുടെ മുഖത്തുണ്ട്. കാരണം പുള്ളിക്കാരിക്ക് മാത്രമല്ലേ അറിയാവൂ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് പറയാനുണ്ട്, നീയും കൂടെ അത് നോക്കി പഠിച്ച് വെച്ചിരുന്നു, നമുക്കിടയ്ക്ക് ചില്ലി ചിക്കൻ വെക്കാമല്ലോ എന്ന്. അങ്ങനെ അതൊക്കെ ഞാനും ഒന്നൊക്കെ നോക്കി ഒന്ന് തറവാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിള്ളേർ കണ്ടില്ലേ കളിച്ചിട്ട് അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പിന്നെ ഇതാ വീണ്ടും അതിനകത്ത് പോയി അവിടെ സുഖമായിട്ട് കിടക്കുകയാണ്. അപ്പോഴേക്ക് കുറച്ച് സലാഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് എമ്മി ചേച്ചി ചേട്ടനുള്ള സലാഡ് കൊണ്ട് കൊടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഈ പറയും പോലെ ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുമ്പോഴേക്കും നമുക്ക് ആർക്കും വിശപ്പ് കാണൂല. ഒന്നാമത് ഇതെല്ലാം കണ്ട് നിറയും. പിന്നെ ഈ അപ്പോഴപ്പോഴായിട്ട് ഓരോന്ന് പറക്കി തിന്ന് നടക്കുകയല്ലേ, പിന്നെ പറയേ വേണ്ട. അതൊരു രസം. എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ ഇനി ബിരിയാണി ഇപ്പോൾ കൊണ്ടുവരുമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ചട്ടി ബിരിയാണിക്കാണ് ഓർഡർ കൊടുത്തിരുന്നത്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ ചട്ടി ബിരിയാണി എത്തിയിട്ടുണ്ട്. ഒരു ചട്ടി എനിക്ക് മക്കളെ ഇത് എടുത്തേടാ. അടുത്തത് ചട്ടി എനിക്ക് ദൂരം നേടും. ചട്ടി
ബിരിയാണികളെല്ലാം നിരന്നിട്ടുണ്ട്. അപ്പോൾ സംഭവങ്ങളൊക്കെ എല്ലാം സെറ്റായി. ഇനി ആഹാരം കഴിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞിരിക്കുകയായിരുന്നു ഏട്ടാ. നമുക്കിന്ന് നല്ല രീതിയിൽ വിശപ്പൊന്നും ആയില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് മാത്രം ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ChatGPT-യിലേക്ക് ഇട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയില്ല. അപ്പോഴായിട്ട് നന്ദ് പറഞ്ഞു, ഞാൻ ഈ സംഭവം കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഞാൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ പോലും ചെയ്തിട്ടില്ല. അങ്ങനെ നന്ദ് പറഞ്ഞു അതിനേക്കാളും നല്ലതാണ് ജെമിനി ആപ്പ് എന്ന്. അങ്ങനെ നമ്മളെ ഫോട്ടോസ് തന്നെ ഇട്ട് സുന്ദരികളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്തിട്ടും എല്ലാവരുടെയും ഫോട്ടോസ് മാറ്റിയെടുത്തപ്പോഴേക്ക് അവരുടെ തന്നെ ഫേസാണ് വന്നത് കേട്ടോ. എൻ്റെ ഫോട്ടോ മാറ്റാൻ നോക്കുമ്പോഴേക്ക് വേറെ ആരുടെയോ ഒരു നല്ല സുന്ദരമായ ഒരു ഫേസാണ് എനിക്ക് വെച്ച് തരുന്നത്. ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെ നമ്മൾ കുറേ നേരം അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴാണെങ്കിൽ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അതൊരു റെഡ് കളർ സാരി. അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ വെറുതെ ഒന്നൊക്കെ നോക്കിയതേ ഉള്ളൂ കേട്ടോ. നമുക്കെടുത്ത് എല്ലാവരും ചെയ്യുമ്പോഴേക്കും വീണ്ടും അത് തന്നെ ഇടുമ്പോൾ ഒരു നാണക്കേടല്ലേ. ചുമ്മാ എന്തല്ലേ ഇങ്ങനെ സുന്ദരികളൊക്കെ ആക്കിയിട്ട് വീണ്ടും എടുത്ത് അതിടണതേ. അങ്ങനെ കുറച്ച് സമയം അതൊക്കെ നോക്കിയിട്ട് നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞ് ആസ്വദിച്ചൊക്കെ ഇരുന്നതേ ഉള്ളൂ. ഞങ്ങളാരും അതിന് സ്റ്റാറ്റസ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ കുറേ സമയം അവിടെ അങ്ങനെ സംസാരിച്ചും പറഞ്ഞു ഇരുന്നു. ഇനി വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇന്നിനി ശോഭയാത്രയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയും ഉണ്ട് കേട്ടോ. കേശുക്കുട്ടനെയൊക്കെ വന്ന് വിളിച്ചതാണ്. നമുക്കിനിയിപ്പോൾ അതിനൊന്നും പങ്കെടുക്കാനായിട്ട് പറ്റൂല. ഞങ്ങൾ ഇറങ്ങണ സമയത്ത് ശോഭയാത്ര ഇറങ്ങണ സമയമായിരിക്കും. റോഡ് ഒന്നാമതേ വെഞ്ഞാറമൂട് റോഡിൻ്റെ കാര്യം ഒന്നും പറയുകയും വേണ്ട. വണ്ടിയൊക്കെ തിരിച്ചിവിടെയാണ്. നമ്മൾ ആറ്റിങ്ങൽ ആലങ്കോട് വഴി കറങ്ങിയൊക്കെയാണ് അങ്ങോട്ട് പോയത്. തിരിച്ചു വരുമ്പോഴേക്ക് അതാണെങ്കിൽ ഭയങ്കര ചുറ്റായിട്ട് തോന്നി കേട്ടോ. ഒരുപാട് സമയം എടുത്ത പോലെ തോന്നി. അങ്ങനെ വീണ്ടും അതെല്ലാമൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കാന്താരി മുളക്, ഇവിടെ നിന്നാണ് കേട്ടോ കുരുമുളക് വർഷങ്ങളുകൊണ്ട് ചേച്ചി കൊണ്ടുവരുന്നത്. ഞങ്ങൾ പുറത്തുനിന്ന് കുരുമുളക് വാങ്ങിച്ച് സത്യം പറഞ്ഞാൽ കുരുമുളകിൻ്റെ റേറ്റ് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്നും ഒരു വീട്ടിന് നിറച്ച് കുരുമുളക് കാണും. അപ്പോൾ പിന്നെ ഇവിടെ കാന്താരി മുളകൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും രമേശിയും കൂടെ അത് ഫുള്ള് പറിച്ചെടുക്കുകയാണേ. അമ്മ പറിച്ചെടുക്കണതെല്ലാം ഞങ്ങൾക്കാണ്. അപ്പോൾ രമേശ് പറയുന്നുണ്ട് അമ്മയും മരുമോളും കൂടെ ഉള്ളതെല്ലാം കൊണ്ടുപോകണുണ്ട്, എനിക്കൊന്നും കിട്ടണില്ല എന്ന്. ഞങ്ങൾ ധാർത്തിയോടെ പറിച്ചെടുക്കണുണ്ട്. ഇത് മറ്റേ ഉടങ്കൊല്ലി മുളകില്ലേ, അതുപോലത്തെ ഒരു മുളകാണ്. കണ്ടാൽ കുഞ്ഞനായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര എരിവാണ് കേട്ടോ. അതിങ്ങനെ പൊട്ടിച്ച് മണപ്പിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ ആ ഒരു എരിവ് ഇങ്ങനെ മണ്ടയിൽ കയറുമല്ലോ, അതുപോലെ ഒരു ഫീലേ. പിന്നെ ഈ പറയും പോലെ കാന്താരി അവിടെ ആയിട്ട് അത് ചേച്ചി നട്ടതൊന്നുമല്ല. നമുക്ക് പണ്ട് നമ്മുടെ വീട്ടിലും ഇങ്ങനെയായിരുന്നു. അവിടെ കാന്താരി ഇഷ്ടംപോലെ മുളച്ച് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അന്ന് അച്ചാറിട്ട് വെച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കാന്താരി. അങ്ങനെ ഞാൻ അച്ചാറിടാം, പിന്നെ നമുക്ക് ചമ്മന്തിയിലേക്ക് അരയ്ക്കാം, അങ്ങനെ എല്ലാത്തിനും എടുക്കാമല്ലോ. അങ്ങനെ കിട്ടിയ കാന്താരി ഫുള്ള് പറിച്ചെടുക്കണമുണ്ട്. കാരണം കാണുന്തോറും വീണ്ടും ആക്രാന്തം, അവിടെ ഇഷ്ടംപോലെ നിൽപ്പുണ്ടല്ലോ. അങ്ങനെ അത് അത്രയും പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ പിന്നെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ചേച്ചിക്ക് വീണ്ടും അത് കാച്ചു വരുമല്ലോ. അങ്ങനെ മുളകെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് എന്തെടുക്കാമെന്ന് ഇങ്ങനെ നമ്മൾ പരത്തി നടക്കുകയാണ് കേട്ടോ. മഴക്കോളല്ല മോനെ വാ ഇങ്ങോട്ട് കേശോ. പുളിഞ്ചിക്കൊക്കെ തീർന്ന്, എന്നാലും കുറച്ച് പുളിഞ്ചിക്ക് അവിടെ ഇങ്ങനെ കാച്ചു നിൽക്കണത് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്കൊരാഗ്രഹം അതിൽ നിന്നൊരു പുളിഞ്ചിക്ക പറിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് കാന്താരി മുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നല്ല ഫ്രഷായിട്ട് കാന്താരി മുളക് പിച്ചെടുത്ത് പൊട്ടിച്ചിട്ട്, അത് പറഞ്ഞപ്പോഴും എനിക്ക് വായിന്ന് വെള്ളം വരണം കേട്ടോ, പറയാൻ പറ്റണില്ല, പല്ലൊക്കെ പുളിക്കും പോലെ. അതിങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഈ കാന്താരി മുളക് ശക്കല ഒന്ന് വെച്ച് കൊടുക്കണം. വെച്ചിട്ട് അതങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ ആ എരിവും പുളിയും കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അയ്യോ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ വാഴക്കൂമ്പുണ്ടല്ലോ, എനിക്കെൻ്റെ ജീവനാണ് വാഴക്കൂമ്പ് തോരൻ. അപ്പോൾ ചേച്ചിക്കൊന്നും വലിയ ഇഷ്ടമല്ല. അങ്ങനെ കണ്ണനൊക്കെ ഉണ്ട് ആ ഒരു വാഴയുടെ കൂമ്പ് ഒടിപ്പിച്ചെടുക്കുകയാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട്. ഞാനിവിടെ മിക്കവാറും ഹൈപ്പറിൽ കയറുമ്പോഴേക്കും വാഴക്കൂമ്പ് കണ്ടാലും ഞാൻ അപ്പോഴും വാങ്ങും. 40-45 രൂപയൊക്കെയാണ് കേട്ടോ ഹൈപ്പറിലിരിക്കുന്ന വാഴക്കൂമ്പിന്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നമ്മുടെ ഉഴുന്ന പരിപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് തോരൻ വെച്ചാലേ നല്ല കിടിലൻ തോരനാണ് ഇത്. പിന്നെ ഓർഗാനിക്കായിട്ട് ഇത്രയും ഫ്രഷായിട്ട് കിട്ടുമ്പോൾ പിന്നെ പറയാനും ഉണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ, വാഴത്തട തോരൻ, അതെല്ലാം എനിക്കിഷ്ടമാണ്. വാഴത്തടയേക്കാളും എനിക്കിഷ്ടം ഈ കൂമ്പ് തോരനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ആ പുളിഞ്ചിക്ക് അത്രയും കഴിച്ച് തീർന്നില്ലായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്, അത് കഴിച്ച് നോക്കണേ. പുളിഞ്ചിക്ക് കയറി ഇതുപോലെ കാന്താരി മുളക് വെച്ചിട്ട് കഴിക്കണം. എനിക്ക് ആ പറയുമ്പോഴുള്ള പല്ല് വിളിപ്പ് ഇപ്പോഴും മാറണില്ല. അങ്ങനെ അവിടെ പാള ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ നല്ല വലിയ പാളയാണെങ്കിൽ ഒന്ന് എടുത്തിട്ട് കേശുവിന് അതിലിരുത്തി വലിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞൻ പാളയായിരുന്നു. പിന്നെ അവിടെ നിറച്ച് കാപ്പി നിൽപ്പുണ്ട്, കാപ്പിക്കുരുവേ.
അങ്ങനെ നിന്നപ്പോഴാണ് ഈ ഒരു ഐറ്റം കണ്ടത് കേട്ടോ. ഞാനിവിടെ വരുമ്പോൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിലിങ്ങനെ ഷാമ്പു പോലുള്ള സംഭവം വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പം കുറേ റീൽസൊക്കെ കണ്ടപ്പോഴാണ്. ഇത് നമ്മുടെ കോലഞ്ചിയില്ലേ അതിൻ്റെ പൂവാണ്. അതിങ്ങനെ പിഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ശരിക്കും ഇതുപോലെ ഇങ്ങനെ വെള്ളം വരും. അത് നാച്ചുറൽ ഷാമ്പു എന്നാണ് പറയണത്. അങ്ങനെ അതെടുത്ത് പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുത്ത് അവരുടെ മുമ്പിൽ വന്ന ആളായി. അത് അവരാ റീല് കാണാത്തതുകൊണ്ട് കൊള്ളാം. അല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടായിരുന്നു. വന്നപ്പോഴേക്കും അമ്മ ആ പറിച്ചെടുത്ത കാന്താരിമുളകെല്ലാം ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. എല്ലാവർക്കും കഴിച്ചോളാൻ വയ്യായിരുന്നു. അങ്ങനെ പിന്നെ കേശുകൂട്ട വന്ന് ആദ്യമേ ഇരുന്ന് അവിടെ ഹാജരായി. കഴിക്കാനൊന്നുമല്ല, പക്ഷെ അവനതൊക്കെ കാണുമ്പോൾ അവനൊരു രസം. ഒരു ശകലം പോലും കഴിച്ചില്ല. അവന് ഈ പറഞ്ഞ കണക്ക് ഓരോന്നും നുള്ളിപ്പറക്കി കഴിച്ചുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ. അങ്ങനെ എല്ലാവരും ആഹാരം കഴിച്ചു കഴിഞ്ഞ് കേശു കഴിച്ച ഇലയിലാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നല്ല ജലദോഷം ഉണ്ടായിരുന്നു, ഭയങ്കര തലവേദനയും അതുപോലെ മണ്ടവേദന, എന്തോ തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ ഗുളിക കഴിച്ചിട്ട് നല്ല ക്ഷീണം എനിക്കുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഞാൻ ഉറങ്ങിയാണ് വന്നത്. ആ ഗുളിക കഴിച്ചാൽ ഞാൻ 2 ദിവസം ഉറങ്ങും. മോണ്ടോക്കൽസിയുടെ ഗുളികയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ സുഖമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് രമ്യ ചേച്ചി അണ്ണനും കൂടെ പോയി കേട്ടോ. അവർ ബൈക്കിലല്ലേ പോകണാണ്ട് അവർ പോയി. പിള്ളേർ വന്ന് കിടന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. ഇത് കളിക്കാമെന്ന് വെച്ചിട്ട് കസേര കളിക്കാമെന്ന്. അവരതിന് മുന്നേ കളിച്ച് തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ എന്നെയും കൂടെ ഒന്ന് വിളിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കേശുക്കുട്ട ഔട്ടായി. 2ാമത്തെ റൗണ്ടിൽ കണ്ണൻ ഔട്ടായി. പിന്നെ നമ്മൾ നാത്തൂമാർ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എടാ കണ്ണാ മക്കളെ വാ, ഇത്തിരി കണ്ണാടി എടുത്താടാ. കണ്ണാടി വേണ്ടേ, വീട്ടിന്റെ മണ്ടയിരിക്കും കണ്ണാടി. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ കസേര കളിയൊക്കെ അതിഗംഭീരമായിട്ട് ഞാനാണ് അതിൽ വിജയിച്ചത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കൊരു തോന്നൽ ഉറിയടി സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് തറയിൽ വെച്ചിട്ട് അടിക്കാമെന്ന്. അപ്പോൾ അല്ല, എല്ലാവർക്കും ഉറി ഇങ്ങനെ കെട്ടണം. അങ്ങനെ അത് കെട്ടാനുള്ളതാണ് കേട്ടോ അടുത്ത് നോക്കണത്. ഉറിയടി എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. എന്നാലും നമ്മൾ അതിനൊരു ശ്രമം നടത്തി. എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോഴും സ്ഥലമുള്ളപ്പോഴും മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിൽ ഇതെന്തായാലും ഇതൊന്നും നടക്കാൻ പോണില്ല. അങ്ങനെ ഒരു കലം ചേച്ചി എടുത്തുകൊണ്ട് വന്നൊരു പഴയ കലം.
ഇനി നമ്മൾ ഉറി കെട്ടാനായിട്ടുള്ള ഇതൊക്കെ നോക്കിയാണ് കേട്ടത്. ഒട്ടും ആരോഗ്യമില്ലാത്തൊരു കയറാണ് എടുത്തത്. സാധാരണ ഉറിയടിക്ക് ഇങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, ആരെയും തലയിൽ കലം വീഴാനും പാടില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉറിയടിക്കുള്ള കലം കെട്ടാൻ പോവുകയാണ്. എത്ര പൊക്കാൻ പറ്റാ നിങ്ങൾ അനാഥരല്ല, പക്ഷെ ഗുണ്ടകളാണ്. അങ്ങനെയാണ് നിങ്ങളെ കാര്യത്തിൽ പറയാം. നീ എവിടെ ആദ്യം പിടി വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളാൽ കഴിയണ രീതിയിൽ നമ്മളൊരു ഉറിയൊക്കെ കെട്ടിയേട്ട. നല്ല പൊക്കത്തിൽ ഉറി കെട്ടണമല്ലോ. പക്ഷേ ഉറിയെന്നല്ലല്ലോ, എന്തോ ആയിട്ട് കയറ് കെട്ടിയേട്ട. ഇനിയാണ് ഉറിയടി മത്സരം നമ്മൾ സംഘടിപ്പിക്കാനായിട്ട് പോണത്. അങ്ങനെ ആ ഏണിയൊക്കെ വെച്ച് അനന്ത് മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു കയറ് കെട്ടി, പിന്നെ കണ്ണം ഏണീനെ പുറത്ത് കയറിയിട്ട് അവിടെ നിന്നൊരു കയറും കൂടെ കെട്ടുകയാണ്. കെട്ടിയിട്ട് ഇനി 2 കയറും നല്ലതുപോലെ ആക്കി വെച്ചിട്ട് ഇനി അതിലിനി കലം കെട്ടണമല്ലോ. ചെറിയൊരു കല്ല് ഇവിടെ നിറിയടാ. ഓ ക്യാഷ് മാറിയില്ലേ? അങ്ങനെ നമ്മൾ ഒരുവിധം അതെല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ. സെറ്റ് ചെയ്തിട്ട് ഇനി കലം അതിൽ കെട്ടണമല്ലോ. അപ്പോൾ ചേച്ചി അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേശു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. കേശുവിന് ഇതൊക്കെയാണ് കേട്ടോ ഇഷ്ടം, ഇങ്ങനെ കളിക്കണത്. എപ്പോഴും കളിക്കാനായിട്ട് അവനാൾ വേണം. അത് അടിക്കാൻ ഒരു പാട്ടിട്ട് കൊടുക്കണോ? ഒരു പാട്ടിട്ട് കൊടുക്കണേ. താഴോട്ട് വരാനോ? അപ്പൊ അറിയാ എടാ അടിയടാ. ക്യാഷ് മാറിയില്ലേ? സത്യം പറഞ്ഞ ആ കല ഒന്ന് പൊക്കാനും താക്കാനായിട്ടൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളല്ലാതെ ഉറിയടി നടത്തുമ്പോൾ അറിയാമല്ലോ, ആ രീതിയിലൊന്നും അത് വരില്ലായിരുന്നു. അടുത്ത എൻ്റെ ഊഴമാണേ. ഫ്രണ്ടിലോട്ട് പോ. ചാടി അടിച്ചോ. ഞാൻ ഉറിയടിച്ച സമയത്ത് ഒന്ന് രണ്ട് അടി എന്താ പറയട്ടെ ആ കലത്തിൽ കൊണ്ട് കേട്ടോ. പക്ഷെ അത് പൊട്ടിയെങ്കിലും നമുക്ക് ജയിക്കാമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അങ്ങനെ കുറേ സമയം എൻ്റെ ഊഴം കഴിഞ്ഞിട്ട് നമ്മളൊരു ടൈം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഔട്ടായി കേട്ടോ. അടുത്ത് കേശുക്കുട്ടനെ കെട്ടുമ്പോൾ അവന് പേടിയാണ് കേട്ടോ മോൻ. അതുകൊണ്ട് കേശുക്കുട്ടൻ കെട്ടിയില്ല. വീഴല്ലേ? എടാ അടിയടാ.
നമ്മൾ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നീട് കളി തീരാറായപ്പോഴാണ് ശ്രദ്ധിച്ചത്. ദിവ്യചേച്ചി എടുത്ത വലിയൊരു കമ്പായിരുന്നു, നല്ല നീളം കൂടിയ കമ്പ്. അത് എങ്ങനെ അടിച്ചാലും കൊള്ളണ രീതിയിലുള്ള കമ്പായിരുന്നു. നമ്മളൊക്കെ വെച്ചത് അതല്ല. കേശുക്കുട്ടൻ എവിടെയോ കിടന്നൊരു വലിയ കമ്പ് എടുത്തുകൊണ്ട് കൊടുത്ത് അത് വെച്ചാണ് ആൾ അടിയോടടി അടിക്കണത് കേട്ടോ. എന്തായിരുന്നാലും കലം പൊട്ടിയില്ല, ചെറിയ 1-2 അടിയൊക്കെ കൊണ്ട് അവസാനം നമ്മൾ കേശുക്കുട്ടനെ കണ്ണ് കെട്ടുമ്പോൾ പേടിയാണ്. ഒന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ പേടി തോന്നി കണ്ണ് കെട്ടിയപ്പോഴേക്ക്. നമ്മൾ മൊത്തത്തിൽ ഒരു ഇരുട്ടാകുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷനാണല്ലോ. അതുകൊണ്ട് പിന്നെ കേശുക്കുട്ടനെ കൊണ്ട് കണ്ണൊന്നും കെട്ടിക്കാതെ പിന്നെ ചുമ്മാ കലാങ്ക് താഴ്ത്തി കൊടുത്ത് അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം കുറേ നാളായി കേട്ടോ ഇങ്ങനെയൊക്കെ. കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിന് കളിച്ചായിരുന്നു. അതിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടൊന്നുമല്ലേ, കലം അവിടെ വെച്ചിട്ട് അങ്ങനെയൊക്കെ. ഈ പറയും പോലെ എല്ലാവരും കൂടുമ്പോഴേക്കും എല്ലാം മറന്നൊന്നും ആസ്വദിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കാനായിട്ട് പാടില്ലല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഉറിയടിയും കഴിഞ്ഞ് ചായയും കുടിച്ച് ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങിയേട്ടാ. ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി ഈ പറയും പോലെ പോണ വഴിക്കെല്ലാം നല്ല ബ്ലോക്കായിരിക്കും. ശോഭയാത്രയും അതും ഇതും എല്ലാം കൂടെ ആയിട്ട് റോഡ് ബ്ലോക്കും എല്ലാം കൂടെ ആയിട്ട് ഒരു നേരം ആവും എത്തുമ്പോഴേക്കും. 3 പേരും കൂടെ അവന്മാർ 3 പേരോട് ഓടിക്കളിക്കുകയാണ് കേട്ടോ കാണിക്കണത്. കേശു ആണെങ്കിൽ അവരെ കൂടെ നിൽക്കും കേട്ടോ, അവന്മാരെ കൂടെ കേശു നിൽക്കും. അങ്ങനെ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ കാറിൽ കയറി ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാനായിട്ട് പോവുകയാണ്. ക്യാപ്പുച്ചീനോ അസാസിനോ കയറിയാ? തും തും സഹോർ കയറിയാ? പിള്ളേര് തരുപ്പാ വണ്ടി കിടക്കാം പോയി. നാളെ ഉണ്ടോ? വരുവോ? നാളെ ഉള്ളി അടിക്കാൻ ടാറ്റ. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇറങ്ങിയ സമയം ശോഭയാത്രയുടെ സമയം കൂടെ ആയിരുന്നു. അവിടുന്ന് പിന്നെ വെഞ്ഞാറമൂട് എത്തി. അവിടെ നിന്ന് ഏതൊക്കെയോ വഴിയിലൂടെയൊക്കെ തിരിച്ചു വിട്ട് ഏതൊക്കെയോ വഴിയിലൂടെയൊക്കെ കറങ്ങി അപ്പോഴേക്കും ഇതാ ഒരു ശോഭയാത്ര കാണാനായിട്ട് പറ്റിയേട്ടാ. കുറച്ച് സമയം ഞങ്ങൾ അവിടെ വണ്ടി ഒതുക്കിയിട്ടിരുന്നു. പിന്നീട് വീണ്ടും നമുക്ക് വണ്ടിയിൽ പോകാനായിട്ട് പറ്റി. അങ്ങനെ ഇതാ ശോഭയാത്രയൊക്കെ കണ്ട് കുറേ കുട്ടി കൃഷ്ണന്മാരെയും വലിയ കൃഷ്ണന്മാരെയും രാധമാരെയൊക്കെ കണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ എത്തിയതും അത് പോയതും ഒരുമിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ പിള്ളേരെ കൊണ്ട് അവിടെ ആക്കണമല്ലോ. നന്ദുവിനെയും അനന്തുവിനെയും കൊണ്ട് മൺവിള ഇറക്കിയിട്ട് ഞങ്ങൾ പോകാനായിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കേശുവിന് ഇനി ഒരു ചെറിയ ക്ഷീണമൊക്കെ വരും, കാരണം അവരൊക്കെ പോയല്ലോ. അപ്പോൾ അവരവരെ വീട്ടിലോട്ട്, ഇനി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.